കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് 11 കോടിയിലേറെ രൂപ ചെലവഴിച്ച് 2020 നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ എസ്കലേറ്റർ നിലച്ചിട്ട് മാസങ്ങളായി. കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച സമുച്ചയത്തിന്റെ നടത്തിപ്പ് ചുമതല കോഴിക്കോട് കോർപ്പറേഷനാണ്. നിർമ്മാണ കരാറിനൊപ്പം പരിപാലന വ്യവസ്ഥകളില്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. റോഡിൽ ക്രോസിംഗ് അനുവദിക്കാത്തതിനാൽ എസ്കലേറ്ററിന് സമീപത്തുള്ള 30 അടിയിലേറെ ഉയരമുള്ള ഗോവണിപ്പടികൾ കയറിയിറങ്ങി വേണം റോഡിന് മറുവശത്തെത്താൻ. ഇത് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെയും പ്രായമായവരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. AK അഭിലാഷ് തയ്യാറാക്കിയ ആ വാർത്തയൊന്ന് കാണാം. കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് കേരളപ്പിറവി ദിനത്തിൽ കോഴിക്കോട് സമ്മാനിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ എസ്കലേറ്റർ സംവിധാനമാണിത്. ഏതാണ്ട് 11 കോടിയിലേറെ രൂപ ചെലവഴിച്ച് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഈ എസ്കലേറ്ററും അതോടൊപ്പം തന്നെ മറ്റ് ലിഫ്റ്റ് സംവിധാനങ്ങളടക്കം ഇവിടെയുണ്ട്. പക്ഷേ മാസങ്ങളായിട്ട് ഇത് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. കോഴിക്കോടിൻ്റെ ഏറ്റവും തിരക്കേറിയ റോഡ് മുറിച്ച് കിടക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു എസ്കലേറ്റർ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തത്. എന്താണ് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണോ? ഞാൻ വടകരയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു എക്സലേറ്റർ ഇത്. പക്ഷേ ഇത് മാസങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. യാത്രക്കാർക്കും മറ്റെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നവൾ മെയിൻ വഴിയാണ് ഈ എക്സലേറ്ററും ഈ നടപ്പതൊക്കെ. എന്താണ് കാരണം എന്നറിയാം? കാരണം എന്താ അറിയില്ല, ഇപ്പോൾ അടച്ചിട്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. അടച്ചിട്ട സമയത്ത് അവിടെ തുറന്നു കൊടുത്ത് ജനങ്ങൾ ക്രോസ് ചെയ്യാൻ പറ്റും, അതുകൂടി ചെയ്യാറില്ല. ഇപ്പോൾ ലിഫ്റ്റ് ഇപ്പം കേടാണ്. പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പല രീതിയിൽ അവിടെ നിൽക്കുകയാണ്. ചേട്ടാ, എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടല്ലേ? കാരണം ബുദ്ധിമുട്ടാണ്. 70 വയസ്സായി കയറാൻ പറ്റുന്നില്ല. ഇവരുടെ ഇപ്പോൾ കുറേ ദിവസമായി, ഇത്ര ഒരു മാസത്തിൻ്റെ വേലായി ഇങ്ങനെ. നിങ്ങളുടെ യാത്ര ഇങ്ങനെ നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടില്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ഇതിവിടെ വന്ന അന്ന് തൊട്ട് കേടാ, എന്നും കേടാണ്. അല്ലെങ്കിൽ 1-2 സ്ഥലം നന്നാവും, പിന്നെയും കേടാ. ഇത് വെറുതെ പറയല്ല, എത്രയോ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് യാത്രക്കാർക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ കൊണ്ടുള്ള കാര്യം? ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം 4 വർഷത്തിലേറെയായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറിയിട്ട് പലപ്പോഴും ഇത് ഇങ്ങനെ അടച്ചിട്ട നിലയിൽ തന്നെയാണ്. കാരണം മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അടച്ചിട്ട നിലയിലായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഇത് പൂർണ്ണമായും നിലച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നോക്കിയാൽ കാണാം, പൊടി പിടിച്ച് കിടക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതായത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ കോഴിക്കോടിന് തന്നെ അഭിമാനകരമായി മാറുകയും ചെയ്തിരുന്ന ഒരു പദ്ധതിയാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നശിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ഒരു 3-4-5 മാസം ഇങ്ങനെ ഓരോ ഇടക്കിടക്ക് ഒന്ന് റിപ്പയർ ചെയ്യലുണ്ട്. ഇനിയിപ്പോൾ അതുമില്ല. അല്ലയോ അന്ന് 2-3 ആൾക്കാർ ഇവിടെ സ്റ്റെപ്പ് വന്ന് വേണം, പ്രായമുള്ള ആൾക്കാർ. ഇത് തന്നെയാണ്, ഇത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം പ്രായമായ ആളുകൾ അതോടൊപ്പം തന്നെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബുദ്ധിമുട്ടാണ്. കാലി സുഖമില്ലാത്തവരൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരോട് ചോദിച്ചാലും ഇത് തന്നെയാണ് അറിയുന്നത്. കാരണം കോഴിക്കോട്ട് വരുന്ന ആളുകൾ ആരാണെങ്കിലും ഇത് ഉപയോഗിക്കാതെ കടന്നു പോകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. പക്ഷേ മാസങ്ങളായിട്ടും കേടുപാടുകൾ നികത്താനോ അത് പരിഹരിക്കാനോ ഉള്ള സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ ഓരോരുത്തരും പറയുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.